നമസ്കാരം. സനോജി, കഴിഞ്ഞ ദിവസം ഒരു നിർണായകമായ നേട്ടമാണ് ബി.ജെ.പി. കൈവരിച്ചത്. ബി.ജെ.പിയുടെ ആദ്യ മേയർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു. തിരുവനന്തപുരത്ത് വലിയൊരു നേട്ടം തന്നെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പി. ഭരിക്കുന്നു. അതും വളരെ വ്യക്തമായ, യാതൊരു ആശങ്കയ്ക്കിടയില്ല, തൂക്കുസഭയൊന്നുമല്ല, വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി ബി.ജെ.പി. അധികാരത്തിൽ വരുന്നു. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു നിർണായകമായ നാഴികക്കല്ലാണ്. ഇനി പാർട്ടിക്ക് എന്തായാലും അഭിമാനത്തോടു കൂടി വിശ്രമിക്കാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടല്ലേ? ഇല്ല കുമാറേ, വിശ്രമം എന്നുള്ളൊരു വാക്ക് തൽക്കാലത്തേക്ക് ബി.ജെ.പിയുടെ നിഘണ്ടുവിലില്ല എന്നാണ് ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഇന്നലെ ഈ നഗരസഭയിലെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും ബി.ജെ.പിയുടെ തിരുവനന്തപുരം ഓഫീസിൽ സ്വീകരണം ഉണ്ടായിരുന്നു. ആ ഒരു വേളയിൽ ഞാൻ അവിടെ ചെന്നപ്പോൾ ജില്ലാ പ്രസിഡന്റ് കരമന ജയനുമായി വൈകിട്ട് അദ്ദേഹവുമായി ഒരുമിച്ച് ചായ കുടിക്കുന്ന വേളയിൽ ഞാൻ വെറുതെ ഒരു സൗഹൃദ സംഭാഷണത്തിന്റെ പേരിൽ ചോദിച്ചു, ചേട്ടാ ഇനി വേണോ അല്ലേ ഒന്ന് വിശ്രമിക്കാൻ? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എന്ത് വിശ്രമം, നാളെ മുതൽ നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വർക്ക് തുടങ്ങുകയാണ്. അത് വെറുതെ പറഞ്ഞതല്ല, കൃത്യമായി ബി.ജെ.പി. ഇപ്പോൾ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ശൈലി ഇത് തന്നെയാണ്. ഒരുപക്ഷെ ഒരു പതിറ്റാണ്ട് മുമ്പ് വരെ നോർത്ത് ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരുന്ന ബി.ജെ.പിയുടെ ഒരു വർക്കിംഗ് ശൈലി അത് അക്ഷരാർത്ഥത്തിൽ കോപ്പി പേസ്റ്റ് ചെയ്യപ്പെടുകയാണ് സൗത്തിലേക്കും, പ്രത്യേകിച്ചും കേരളത്തിലേക്കും. കേരളത്തിലൊക്കെ ഈ പറയുന്നത് പോലെ ഇതൊരു സ്വപ്ന തുല്യമാണല്ലേ. ഇപ്പോൾ ബി.ജെ.പി. നഗരസഭ ഭരിക്കുന്നു എന്ന് പറയുമ്പോൾ, തിരുവനന്തപുരം നഗരസഭയുടെ തലപ്പത്തിരിക്കുന്ന മേയർ ബി.ജെ.പിയുടെ ആളാണെന്ന് പറയുമ്പോൾ അത് യാഥാർത്ഥ്യമാണോ സ്വപ്നമാണോ എന്ന് പലരും ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ യാഥാർത്ഥ്യത്തിലേക്ക് ബി.ജെ.പി. നടന്നെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഒട്ടും അതിശയോക്തിയില്ലാതെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം. അപ്പോൾ ഈ അതിശയോക്തികൾക്കും മറ്റ് വിശേഷണങ്ങൾക്കും എല്ലാം താൽക്കാലികമായി വിടയാണ്. അപ്പോൾ അതിനിടയിൽ കൂടി ഈ വിശ്രമവും താൽക്കാലികമായി ഇവരെല്ലാം മാറ്റിവെക്കുകയാണ്. ഇനിയിപ്പോൾ ഇവരുടെ ലക്ഷ്യം അത് ഒരുപക്ഷെ ഈ നഗരസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. മറ്റു മുന്നണികൾക്ക് കടുത്ത ഒരു വെല്ലുവിളി ഉയർത്തും. മാത്രമല്ല, കുറഞ്ഞത് 6 സീറ്റെങ്കിലും, അല്ലേ, 6 MLA-മാരെയെങ്കിലും എത്തിക്കും. നിയമസഭയിലേക്ക് 6 MLA-മാരെയെങ്കിലും ബി.ജെ.പി. എത്തിക്കും എന്നുള്ളൊരു ദൃഢപ്രതിജ്ഞയോടുകൂടിയാണ് ഈ നഗരസഭയ്ക്ക് ഇലക്ഷന് മുമ്പ് തന്നെ, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ബി.ജെ.പി. അധ്യക്ഷൻ മുന്നോട്ടിറങ്ങിയത്. പക്ഷേ അതൊരു ശരിക്കും പറഞ്ഞാൽ അണികൾക്കും അതൊരു ആവേശമായിരുന്നു. ഇപ്പോൾ അത് അവർക്ക് ഒന്നുകൂടി ഊർജം പകരുന്നതായി. അതുമാത്രമല്ല, നേമത്ത് മത്സരിക്കാൻ പോകുന്നത് അധ്യക്ഷൻ തന്നെയാണ് എന്നുള്ളത് മറ്റൊരു കാര്യം. ഇതൊക്കെയാണ് ഈ തിരുവനന്തപുരത്ത് ബി.ജെ.പിക്ക് ഇത്രയും വലിയൊരു ഊർജം ഉണ്ടാക്കി കൊടുത്തത്. അതുപോലെ കഴക്കൂട്ടം, നമുക്കറിയാം, കഴക്കൂട്ടം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വി മുരളീധരൻ വലിയ വോട്ട് ഉയർത്തിയ ഒരു മേഖലയാണ്. ഇപ്പോൾ ഈ ബി.ജെ.പി. ഇപ്പോൾ നഗരസഭ ഭരിക്കുമ്പോൾ അതിൽ ഏറ്റവും നിർണായകമായി മാറിയത് കഴക്കൂട്ടം മണ്ഡലം. അത് ആദ്യം തന്നെ ബി.ജെ.പിയുടെ ഒരു കാൽക്കുലേഷൻ ആയിരുന്നു. കഴക്കൂട്ടം പിടിക്കാനായാൽ, നമ്മൾ തന്നെ എക്സിറ്റ് പോളിലൊക്കെ പറഞ്ഞിരുന്നു അല്ലേ, കഴക്കൂട്ടം പിടിക്കാനായാൽ ബി.ജെ.പിക്ക് അതൊരു വലിയ നേട്ടമാവും, അത് തന്നെയാവും അവരുടെ മുതൽക്കൂട്ട് എന്നുള്ളത്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു. കാര്യം കഴക്കൂട്ടം മേഖല കൃത്യമായി നല്ല വർക്കായിരുന്നു. കഴക്കൂട്ടം മേഖലയിലെ കൗൺസിലർമാരുടെ ഒരു വിജയം അത് തന്നെയാണ് ബി.ജെ.പിക്ക് ഇപ്പോൾ നഗരസഭയുടെ ഭരണം കയ്യിൽ വെച്ചു കൊടുത്തിരിക്കുന്നത്. എന്തായാലും അടുത്ത ലക്ഷ്യം ഈ മാർച്ച് ഏപ്രിലിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഇനി വെറും 3 മാസമേ മുന്നിലുള്ളൂ. ഈ ബി.ജെ.പി. ഓഫീസിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ലിഫ്റ്റിനടുത്തായി ഒരു കൗണ്ട് ഡൗൺ കലണ്ടർ കാണാം. അതിൽ മാസക്കണക്കല്ല എഴുതുന്നത്, ദിവസക്കണക്കാണ്. അത് കാണുമ്പോഴാണ് വളരെ അടുത്താണ് നമ്മൾ പറയുമ്പോൾ 3 മാസം എന്നൊക്കെ തോന്നും. 120 ദിവസം അല്ലെങ്കിൽ 90 ദിവസം എന്നൊക്കെ കേൾക്കുമ്പോൾ അയ്യോ ഇത്രയും ദിവസമേ ഉള്ളൂ എന്ന് തോന്നും. ആ ദിവസത്തിലേക്കാണ് ഇപ്പോൾ, ആ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്കാണ് ഇപ്പോൾ ബി.ജെ.പി. നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനിടയിലും മാധ്യമപ്രവർത്തകർ വലിയ രീതിയിലുള്ള കുത്തിത്തിരിപ്പാണ് തിരുവനന്തപുരത്ത് ഉണ്ടാക്കാൻ നോക്കിയത്, ഇല്ലേ. ഈ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോലും സുരേന്ദ്രൻ പക്ഷവും രാജീവ് ചന്ദ്രശേഖർ പക്ഷവും ഉണ്ടെന്നും ഇതിലേക്ക് വി മുരളീധരൻ പക്ഷം വരുന്നുവെന്നും ഇവർ തമ്മിൽ വലിയ പോരാണെന്നും ഒക്കെ രീതിയിലുള്ള നരേറ്റീവ്സ് ഉണ്ടാക്കാൻ നോക്കിയിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള നരേറ്റീവ്സ് ഒന്നും വില പോവില്ല. ഇവിടെ കേരളത്തിൽ ഇപ്പോഴുള്ളത് ഈ ഒരു കാലത്ത് KJP എന്നുള്ളൊരു കളിയാക്കലുകൾ പോലും കേരളത്തിലെ ബി.ജെ.പി. നേരിട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ എങ്ങനെ നോക്കിയാലും, വർക്കിംഗ് സ്റ്റൈലായാലും മറ്റെന്ത് കാര്യം നോക്കിയാലും, കേന്ദ്രത്തിൻ്റെ ബി.ജെ.പി. എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ മുതിർന്ന നേതാക്കൾ ഏത് രീതിയിലാണോ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ആ രീതിയിൽ തന്നെയാണ് കേരളത്തിലും ഇപ്പോൾ പാർട്ടി ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് രാഷ്ട്രീയ എതിരാളികളും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, ഇല്ലേ. ഇന്നലെ മേയറെ അഭിനന്ദിക്കാൻ അവിടെ വന്ന രാഷ്ട്രീയ എതിരാളികൾ, അല്ലെ, ഇദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്ന് മത്സരിച്ച് തോറ്റവർ അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് നിൽക്കുന്നവരൊക്കെ
പറഞ്ഞ കാര്യം BJP അവർ സമ്മതിക്കുകയായിരുന്നു. BJPയുടെ ഒരു നേട്ടത്തെ അവർ സമ്മതിക്കുകയായിരുന്നു. അതൊരു വലിയ കാര്യമാണ്. തീർച്ചയായും. ഇന്നിപ്പോൾ മേയർ ഇന്ന് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴും അതെ. മാധ്യമപ്രവർത്തകരുടെ പ്രതിനിധികൾ പറഞ്ഞതും അത് തന്നെയാണ്. കാരണം ഇവർ നമുക്ക് അന്യരായിരുന്നില്ല. ഇവർ നമ്മുടെ ഇടയിൽ കഴിഞ്ഞ കുറേ നാളായി BJPക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളാണ് ഇന്നിപ്പോൾ നഗരസഭയുടെ തലപ്പത്തെത്തുന്നത്. നമ്മൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയും ഒരു ചിത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഈ തിരുവനന്തപുരം ജില്ലയിൽ LDFൻ്റെ ഒരു അപ്രമാദിത്വം തന്നെ ഇപ്പോൾ നിലവിൽ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു അപ്രമാദിത്വത്തെ മുറിച്ചു മാറ്റിക്കൊണ്ടാണ് വേണം ഇനി തിരുവനന്തപുരം ജില്ലയിലടക്കം വലിയ മുന്നേറ്റം പാർട്ടിക്ക് ഉണ്ടാക്കാൻ. എല്ലാ ജില്ലകളിലും പാർട്ടി സീറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ചും തിരുവനന്തപുരം പോലെയുള്ള ജില്ലകളിൽ കൂടുതൽ സീറ്റുകൾ. അല്ല കുമാറേ, ഇപ്പൊ ഈ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരാണ് ഒരു വലിയ നേട്ടം ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തിരുവനന്തപുരം, ഒപ്പം പാലക്കാടും ഒക്കെ ഉണ്ടെങ്കിൽ കൂടിയും തിരുവനന്തപുരത്തിനായിരുന്നു ഒരു മിന്നും തിളക്കം. കാര്യം ചരിത്ര വിജയമാണ്. ശ്രീ പത്മനാഭ നഗരി ആദ്യമായി BJPയുടെ മേയർ ഭരിക്കുന്നു. നരേന്ദ്രമോദി ഇനി കേരള തലസ്ഥാനത്തേക്ക് വന്നിറങ്ങുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്ന നഗരപിതാവ് BJPയുടെ തന്നെ മേയറാണ് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്, അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നിയമസഭയിൽ വരുമ്പോൾ BJP ഇതിലും വലിയൊരു സസ്പെൻസ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ തൃശ്ശൂർ കഴിഞ്ഞു, തിരുവനന്തപുരം കഴിഞ്ഞു. ഇനി എവിടെയൊക്കെ പിടിച്ചടക്കാനാകുമെന്നുള്ളതാണ് BJPയുടെ ഏറ്റവും വലിയ റിസർച്ച് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള വർക്കിംഗ് ആണ് ഇന്ന് മുതൽ അവർ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ താഴേക്കിടയിലുള്ള ജനങ്ങളുമായുള്ള സമ്പർക്കം, ഈ പറഞ്ഞ ഓരോ വോട്ടർമാരെയും അവരുടെ വീട്ടിൽ പോയി കാണുക, അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയുക, അവരുടെ ബുദ്ധിമുട്ടുകൾ ചോദിച്ച് മനസ്സിലാക്കുക, ആ രീതിയിൽ തുടങ്ങി പിന്നെ സംഘടനയുടെ രീതിയിൽ വരുമ്പോഴത്തേക്കും മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഇതൊക്കെ വച്ചിട്ടാണ്. അല്ലാതെ BJP ഇപ്പോൾ വെറുതെ പോയി ഒരു പ്രകടന പത്രിക ഉണ്ടാക്കുക അല്ല ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ചെയ്തത്. താഴേക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കൃത്യമായി പഠിക്കുകയും അതിനുള്ള പരിഹാര നിർദ്ദേശവുമായിട്ടാണ് മാനിഫെസ്റ്റോ പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് അവർക്ക് വലിയ മുതൽക്കൂട്ടായി മാറിയിരിക്കുന്നത്. ഇപ്പോൾ BJPക്ക് കൃത്യമായി ഇതൊരു പ്രവർത്തന പരിചയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവരുടെ തന്നെ അണികൾക്ക് ഇതെങ്ങനെ ചെയ്യണം, ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയാം. അപ്പോൾ ഒട്ടും സങ്കോചമില്ല. ഇപ്പോൾ അടുത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെയാണ് നേരിടാൻ പോകുന്നത് എന്നുള്ള ഒരു വലിയ ടെൻഷനൊന്നും അവർക്കില്ല. എന്തായാലും BJP ശക്തമായ ഒരു മുന്നണിയായി രംഗത്തുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു മത്സരം കാഴ്ചവെക്കണം. വെറും ഒരു മൂന്നാം മുന്നണിയായിട്ടല്ല BJP. നമുക്കറിയാം, ഒരു 10 വർഷം മുമ്പ് വരെ LDF UDF BJP ചിത്രത്തിലേ ഇല്ല. പിന്നീട് ഇങ്ങോട്ട് 10 വർഷത്തിനിടയിൽ ഒരു മൂന്നാം മുന്നണിയായി BJP വരുമ്പോൾ ചിത്രത്തിൽ ഒരു മൂന്നാമനായി പലപ്പോഴും BJP മാറിയിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഒന്നാം സ്ഥാനം അല്ലെങ്കിൽ രണ്ടാം സ്ഥാനം, ഇതിൽ കുറഞ്ഞൊരു കളി ഇല്ല എന്ന തരത്തിലേക്ക് BJPയുടെ സ്ഥാനാർത്ഥികൾ മാറിയിരിക്കുന്നു. അത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും LDF പാളയങ്ങളിലൊക്കെ ഞെട്ടിച്ചു കഴിഞ്ഞു, അല്ലേ? മാത്രമല്ല ഈ ബൂത്ത് അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ കണ്ണൂരിലെ പല മേഖലകളിലും BJP വൻ മുന്നേറ്റമാണ് ഈ ലോക്സഭാ ഇലക്ഷനിൽ നടത്തിയത്. കണ്ണൂരിൽ പോലും ഞെട്ടിക്കുന്ന ഒരു മുന്നേറ്റമാണ്. പക്ഷേ ഈ മുൻകാലങ്ങളെ അപേക്ഷിച്ച് മുൻകാലങ്ങളിൽ വളരെ കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയം, അതിനുശേഷം ഈ കേന്ദ്ര നേതൃത്വത്തിൻ്റെ പ്രഖ്യാപനം, ഇതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നേരത്തെ ആനുകൂല്യമുള്ള സീറ്റുകളിൽ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുക എന്ന ഒരു പ്രവർത്തന ശൈലി. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് ഞാൻ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വി മുരളീധരൻ കഴക്കൂട്ടത്ത് മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ നിലയിലേക്ക് BJP മാറുകയാണ്. ഇനിയിപ്പോൾ ആരുടെയും തന്ത്രങ്ങൾ നോക്കാനില്ല, ഏതെങ്കിലും രീതിയിൽ വെട്ടുമോ ഇല്ലയോ ഒന്നും നോക്കാനില്ല, നേരെ ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. ഇതാണ് കുമാറെ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നരേന്ദ്രമോദി BJPയുടെ കാൻഡിഡേറ്റായി മത്സരിക്കുമ്പോൾ നമുക്കറിയാം അദ്ദേഹം വാരണാസിയിൽ എന്തായാലും മത്സരിക്കും, അല്ലേ? അപ്പൊ അതേപോലെയാണ് തിരുവനന്തപുരവും ആ ഒരു രീതിയിലേക്ക് മാറുകയാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നോർത്തിലെ BJPയുടെ ഒരു വർക്കിംഗ് സ്റ്റൈലിലേക്ക് സൗത്തിലെ BJP മാറുകയാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ വലിയൊരു വേരോട്ടം ഉണ്ടാക്കി തുടങ്ങിയിരുന്നു. അപ്പോഴും നമ്മൾ പറഞ്ഞത് BJPക്ക് കേരളം ഒരു വെളിപ്പാട് അകലെയാണ്, ഇനിയും എത്തിപ്പിടിക്കാനായിട്ടില്ല എന്ന്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ BJPക്ക് കേരളത്തെ കൈവെള്ളയിലാക്കാൻ കഴിയുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ് നമുക്ക് സമ്മാനിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിയമസഭയിലേക്ക് ഓടി എത്തുമ്പോഴത്തേക്കും ഇനി ഒരു 3 മാസം മുന്നിലുണ്ട്. ഹാർഡ് വർക്കിംഗ് ആവശ്യമാണ്. എന്നാൽ കൂടിയും BJPക്ക് അതൊരു ഈ പറയുന്നത് പോലെ കിതച്ചോടേണ്ടി വരില്ല. എന്തായാലും ഒരു മൂന്നാം മുന്നണി, ഒരു മൂന്നാം ബദൽ എന്ന നിലയിൽ നിന്നൊക്കെ മാറിയിരിക്കുന്നു. BJPയും കേരളത്തിൽ ഭരണം പിടിക്കാൻ ശേഷിയുള്ള പാർട്ടി എന്ന നിലയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ പുതിയ രാഷ്ട്രീയ സാഹചര്യം. എന്തായാലും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് പ്രധാനമന്ത്രി തലസ്ഥാനത്തേക്ക് എത്തും എന്നുള്ള ഒരു ഉറപ്പ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നൽകിയിരുന്നു. അത് അടുത്ത മാസം ചിലപ്പോൾ സാധ്യമായേക്കും. അങ്ങനെയാണെങ്കിൽ
വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ BJPയുടെ മുന്നോട്ടുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ എന്താകുമെന്ന് ഒരുപക്ഷെ പ്രധാനമന്ത്രി തന്നെ വാക്കുകളിലൂടെ സൂചിപ്പിച്ചേക്കാം. അതെ, നമസ്കാരം.